ഞാൻ കുട്ടനാട്ടിൽ നിന്നുള്ള കുട്ടനാട് മാവേലിക്കര നിയോജക മണ്ഡലം. ആരൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ? അവിടെ അനിൽകുമാർ, ബിജു കലാശാല, പിന്നെ നമ്മുടെ മുൻ MP നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പരിചയമുള്ളവരാണോ ഇതൊക്കെ? പരിചയം ഇല്ല, നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിനെ മാത്രമേ നമുക്ക് പരിചയമായിട്ടുള്ളൂ. ഈ രണ്ട് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ പുതുമുഖങ്ങളാണോ? നമ്മുടെ സംവരണ സീറ്റാ. ഇത് അവര് അവിടെ മണ്ഡലത്തിൽ കണ്ടില്ലെങ്കിലും നമ്മൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മുൻകാല എന്തെങ്കിലും ഒരു പ്രവർത്തികൾ, ഒരു നല്ല പ്രവർത്തികൾ, സാമൂഹിക പ്രവർത്തനമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ ഓരോ സ്ഥാനാർത്ഥികളെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്? എൻ്റെ അറിവിലെ ബിജു കലാശാല കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റോ ഒക്കെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം NDAയിലോട്ട് മാറിയതാണ് അദ്ദേഹം. പിന്നെ അനിൽകുമാർ എനിക്ക് തോന്നുന്നു ഏതോ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആളാന്ന് തോന്നുന്നു, ഏതോ മന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാന്നാണ് തോന്നുന്നത് എൻ്റെ അറിവ്. പിന്നെ കൊടുക്കുന്ന സുരേഷ് ഉള്ള വർഷങ്ങളായിട്ട് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ഇങ്ങനെ ഓരോ സ്ഥാനങ്ങൾ നേടി, അതല്ലാതെ ഇവര് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? മണ്ഡലത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം MP ഫണ്ടുണ്ട്, എല്ലാ നേതാക്കന്മാർക്കും MP ഫണ്ടുണ്ട്. ആ MP ഫണ്ട് ഉപയോഗിച്ച് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. MP ഫണ്ട് ഉണ്ടല്ലോ ഓൾറെഡി. ഇപ്പോൾ MLA ഫണ്ട്, MP ഫണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ MP ഫണ്ട് ഒരു പാടത്തിൻ്റെ ഫണ്ട് കെട്ടാൻ, അല്ലെങ്കിൽ ചെറിയ റോഡിൻ്റെ പരിപാടി, റോഡിൻ്റെത്, അങ്ങനെ. ഇപ്പം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2018 വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ അനുഭവിച്ച കുട്ടനാട്ടുകാരാണ്. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. കാരണം പമ്പ മണിമല നദി ഒഴുകുന്നത് കുട്ടനാട്ടിൽ കൂടെ. അപ്പം വെള്ളത്തിന് അവിടെ ബുദ്ധിമുട്ട്. അവിടെ കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ കുറേ റോഡുകളും പണ്ട് ടാറിങ് ആയിരുന്നു, ഇപ്പം ഇട റോഡുകളെല്ലാം വാർത്ത് ചെയ്ത് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് റോഡ് പണി വേണ്ട. അപ്പോൾ അവിടുത്തെ ശുദ്ധജലാശയങ്ങൾ സംരക്ഷിക്കുന്നില്ല ഒരു പാർട്ടിക്കാരും. അതായത് ഏറ്റവും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധജലമാണ്. ഇപ്പോഴും ടാങ്കുകളിൽ കൊണ്ട് വെള്ളം കൊടുക്കുകയാണ് അവിടെ. പിന്നെ നല്ല രീതിയിൽ ഈ വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സഹോദരൻ ഏത് ചാനലിലെ ആളാണേലും നാളെ അല്ല ഏതെങ്കിലും സമയത്ത് അങ്ങ് കുട്ടനാട്ടിൽ ചെല്ലുക. കുട്ടനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ KC ജോസഫ് MLA ആയിരിക്കുമ്പം തൊട്ട് അവിടെ പണിത് വെച്ചേക്കുന്ന വാട്ടർ ടാങ്കുകൾ കാണണം. ലക്ഷങ്ങളും കോടികളും മുടക്കി ഏറ്റവും കുറഞ്ഞ കുട്ടനാട്ടിൽ ഒരു 50-60 വാട്ടർ ടാങ്കുകൾ പണിത് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും അതിൻ്റെ അകത്ത് ചെല്ലുകയോ അവിടെ ഒരു പൈപ്പ് ലൈൻ ഇടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ നഗ്ന സത്യമാണ്. അല്ലെ, നിങ്ങൾക്ക് കുട്ടനാട്ടിൽ അറിയാവുന്ന ഏത് വ്യക്തികളെ വിളിച്ച് ചോദിച്ചു, എത്ര MLA മാരുണ്ടായി, എത്ര മന്ത്രിമാരുണ്ടായി, ആര് വന്നു? അവിടെ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് വർഷങ്ങൾക്ക് 20-25 വർഷം മുന്നേ പണിത വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയെ പോലെ നിൽക്കുകയാണ്. കോടികൾ മടക്കി അവിടെ ഒരു തുള്ളി വെള്ളം ആ ടാങ്കുകളിൽ കയറിയിട്ടില്ല. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുട്ടനാട്ടിലെ ഏതെങ്കിലും സ്ഥലത്ത് റോഡ് വഴി പോകുമ്പോൾ കാണാം. പൊക്കത്തിൽ, അതായത് 10, 70, 60, 70 അടി ഹൈറ്റിൽ പണിതേക്കുന്ന വാട്ടർ ടാങ്കുകൾ. ഇതൊന്നും കമ്മീഷൻ ചെയ്യാനോ, ഇതൊന്നും നമുക്ക് വികസനത്തിന്റെ ഭാഗമല്ലാതെ കുറെ കാശ് അടിച്ചു മാറ്റാൻ ചെയ്ത പണിയാ വർഷങ്ങൾക്ക് മുന്നേ. ഇതൊക്കെ ഇതുവരെ ഒരു സിമ്പിളായിട്ട്, അതായത് നമ്മുടെ പമ്പ മണിമലയാറ്, അതായത് നമ്മൾ പത്തനംതിട്ടയിൽ ഒഴുകുന്ന നദി, അത് നേരെ നമ്മുടെ കായലിലോട്ട്, വേമ്പനാട്ട് കായലിലോട്ട് ചെന്ന് ചേരുകയാണ്. അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, പുളുക്കിയിലുണ്ട്, ഇപ്പം നമ്മുടെ നീലേറ്റുപുറത്തുണ്ട്. അപ്പം അവിടുന്ന് സുഖമായിട്ട് വെള്ളം അങ്ങ് വരെ, അതായത് കിടങ്ങറ വരെ ഏത് നമ്മുടെ നദിയുടെ സൈഡിൽ നിന്ന് വേണേലും ഒരു പ്ലാന്റ് ഉണ്ടാക്കിയാൽ ഈ അവിടെ പുളുങ്ങുന്ന കൈനകേരി എവിടെ അങ്ങോട്ടുള്ള ഏത് സ്ഥലത്ത് വേണേലും വെള്ളം സുലഭമായിട്ട് കൊടുക്കാം. ഇത് ഒരു റോഡ് പണി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു അടുത്ത മാസം വന്ന് വീണ്ടും കിളച്ചു മറിച്ച് ആ റോഡ് നശിപ്പിച്ച് പുതിയ പൈപ്പ് ലൈൻ ഇടുക. വർഷങ്ങൾക്ക് മുന്നേ ഇട്ട പൈപ്പ് ലൈനൊക്കെ എപ്പോഴും കുട്ടനാട്ടിൽ കിടക്കുന്നത്. അതൊന്നും ചെയ്യാനോ എടുക്കാനോ ഒരു ആളും വന്നിട്ടില്ല. അതുപോലെ തന്നെ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ
നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നല്ല ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരു മില്ലോ അല്ലെ ഈ നമ്മുടെ ഈ നെല്ല് സംരക്ഷിക്കാനായിട്ട് ഇത് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ടോ അല്ലെ നെല്ല് കുത്തി അരിയാക്കാനായിട്ടോ ഉള്ള സംവിധാനങ്ങളില്ല. അതെല്ലാം ഇവർ രണ്ടാം കിട ബിസിനസ് പോലെ ഇതിന്റെ ഇടനിലക്കാർ നിന്ന് സപ്ലൈകോ എന്ന് പറയുന്ന നെല്ല് സംഭരിച്ച് വേറെ ആൾക്കാർക്ക് മില്ലുകാർക്ക് കൊടുത്ത് അവരിടനില നിന്നുകൊണ്ട് ഈ നെല്ല് എടുത്തുകൊണ്ട് പോയി അത് കുത്തി നല്ല അരി മുഴുവൻ അവർ കൊണ്ടുപോകും. ഇത് എങ്ങാണ്ട് നിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്നും അവിടുന്ന് വരുന്നു എല്ലാം അരി വന്ന് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കുറേ ഗവൺമെന്റിന് കൊടുക്കും. പണ്ട് 72 എൻ്റെ ഒരു അറിവിൽ 72 കിൻഡൽ ഒരു കിൻഡൽ നെല്ല് കൊടുത്ത 72 കിലോ അരി കൊടുത്താൽ എനിക്കൊന്ന് ഇപ്പോഴെങ്ങാണ്ട് 60 കിലോ എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു. ഇനി കറക്റ്റായിട്ട് അറിയത്തില്ല. അതൊക്കെ ഏറ്റവും വലിയ കാരണം കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഞങ്ങളുടെ നെല്ലെല്ലാം കൊയ്ത് നല്ല നല്ല രീതിയിൽ വിളവുള്ള സമയം. ഓരോ പഞ്ചായത്തിനും ഒരു മില്ല് വെച്ച് കൊടുത്താൽ അവിടുത്തെ കർഷകരും രക്ഷപ്പെടും, കർഷക തൊഴിലാളികളും രക്ഷപ്പെടും, നാട്ടുകാരും നമ്മുടെ കേരളവും രക്ഷപ്പെടും. കാരണം ഏക്കർ കണക്കിന് നിലവാണ്. റാണി ചിത്തിര മാർത്താണ്ഡ കായലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഏക്കർ. ഇപ്പം എനിക്ക് തോന്നുന്നത് കായലിന്റെ പകുതി ഭാഗം വരെയൊക്കെ വാഹനം ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതെ എല്ലാ പാർട്ടിക്കാരും ഭരിച്ചിട്ട് കിൻഡൽ കണക്കിന് കാശടിച്ചു മാറ്റുക എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യമാണ് നമ്മുടെ കുട്ടനാടിനെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വെള്ളം, കൃഷി സംരക്ഷിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത്രയും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇത്രയും മുതൽ മുടക്കി ടാങ്കുകളൊക്കെ സ്ഥാപിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ആ പദ്ധതി പിന്നെ മുന്നോട്ട് പോകാത്തത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? അത് എന്തുകൊണ്ടാണ് പദ്ധതി മുന്നോട്ട് പോകാത്തത് എന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണ് തപ്പേണ്ടത്. കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാം ആലപ്പുഴ നമ്മുടെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് ലക്ഷക്കണക്കിന് രൂപ മടക്കിയാണ് അവിടെ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. അതെനിക്ക് തോന്നുന്നു തകഴി മേഖലയിൽ എപ്പോഴും പൈപ്പ് പൊട്ടും. അതുപോലെ റോഡിൽ കൂടിയുള്ള പൈപ്പ് ലൈൻ സംവിധാനം മാറ്റണം. കാരണം പണ്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ വണ്ടികളായിരുന്നു റോഡിൽ പോയിക്കൊണ്ടിരുന്നത്, ടിപ്പറുകൾ. കൂടി വന്നാൽ ഒരു 5 ടൺ 10 ടൺ 15 ടൺ ഒക്കെ. ഇന്ന് 1000 അടി 1500 അടി മണലും മിറ്റിലും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന വലിയ വലിയ വാഹനങ്ങളാണ് നമ്മുടെ കുട്ടനാട്ടിൽ റോഡിൽ കൂടെ ഒക്കെ ഇപ്പം പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പൈപ്പിന്റെ ജോയിന്റ് എവിടെ വരികയാണെങ്കിലും ഇത് പൈപ്പ്. കാരണം കുട്ടനാടിന്റെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം 4 അടി കഴിഞ്ഞാൽ വെള്ളം ചെറിയ നനവാണ് മണ്ണിന്. അപ്പം അതിൻ്റെ ആ ഒരു വെച്ചുകൊണ്ട് പൈപ്പ് പൊട്ടിപ്പോകാനൊക്കെ പ്രധാനമായിട്ടും അതിനുള്ള. ഇപ്പം നമ്മുടെ റോഡുകളിൽ മുഴുവനാണ് നമ്മുടെ പൈപ്പ് ലൈൻ ഇട്ടേക്കുന്നത്. 2 മണി അടിച്ചു കഴിയുമ്പം നനവ് വരുമ്പം ഈ വലിയ വണ്ടി പോകുമ്പോൾ പൈപ്പ് പൊട്ടും. ഒരു പൈപ്പ് പൊട്ടിയാൽ റോഡും പോകും, വെള്ളവും കിട്ടത്തില്ല ഒരാഴ്ചത്തേക്ക്. ഇതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കോടികൾ മടക്കി പണിതിരിക്കുന്ന വെള്ളപ്പൊക്കത്തിന് രക്ഷപ്പെടാനെന്നുള്ളൊരു മാർഗമാണ്. നിങ്ങളെല്ലാം പോയി തിരക്കുക അവിടെ എങ്ങനെയാന്ന്. കാരണം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ആ റോഡ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത. കാരണം കുറെ പൊക്കി ചുമ്മാതെ ഒരു റോഡ് അവിടെ ഇവിടെയും മേളിൽ കൂടെ റോഡ് പോകുന്നത്. അത് മുഴുവനും അതായത് 24 കിലോമീറ്റർ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അത് മേളിക്കൂടി തന്നെ റോഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അത് വൻ വിജയമായിരുന്നേനെ. ഇതിപ്പം അവിടെ ഇവിടെയും വെള്ളം കെട്ടുള്ളിടത്ത് ശലം പൊക്കം. പിന്നെ ഇനിയും വലിയൊരു വെള്ളം പൊങ്ങിയാൽ മറ്റു സ്ഥലത്ത് വെള്ളം കയറും. ആ വലിയ പാലം അങ്ങനെ നിൽക്കും. അവിടെ നമ്മുടെ കന്നുകാലികളെയും ഒക്കെ കൊണ്ട് കെട്ടാം. അതല്ലാതെ ഒരു ഗുണവും ഉണ്ടാകത്തില്ല ആ റോഡ് കൊണ്ട്. കോടികളാണ് പോയത്. അതുപോലെ ബുദ്ധിശൂന്യമായ ഓടകൾ, 2 സൈഡിലും ഓട പണിതത്. അതൊക്കെ ഇപ്പം ഒരു സാധാരണ പൗരനെന്ന നിലയിൽ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള മനുഷ്യർ അവിടെ ചെന്ന് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് നമ്മുടെ ആൾക്കാരെ ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണ് ഒരു പരിധി വരെ. അത് നിങ്ങൾ ചെയ്യണം. നിലവിലുള്ള എംപിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായതായിട്ട് ചേട്ടന്റെ അറിവിലുണ്ടോ? അത് പല മേൽപ്പാലങ്ങളും അവിടെ പണിയുന്നതിന്
ചില മേൽപ്പാലങ്ങൾ വേണമെന്നും ചില മേൽപ്പാലങ്ങൾ വേണ്ടെന്നും ഒക്കെ പറഞ്ഞു പല സമരങ്ങളും എംപിയുടെ ഭാഗത്തു നിന്നും ജനകീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് വേണ്ട, അല്ല ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പാണ്, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ റോഡ്, AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഒരു കാരണവശാലും അങ്ങനെ അല്ലായിരുന്നു പണിയേണ്ടത്. അത് മുഴുവൻ നീളവും 24 കിലോമീറ്ററും മേളിക്കൂടെ തന്നെ അത് പണിതിരുന്നെങ്കിൽ അത് വലിയൊരു നേട്ടമായിരുന്നു. കാരണം വെള്ളം നമ്മൾ പിന്നെ നോക്കുകയോ വേണ്ടായിരുന്നു. കാരണം ആ ഒരു ഇപ്പോഴത്തെ ചില മേൽപ്പാലങ്ങളുടെ പൊക്കം ഒക്കെ അതുമെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പം ബാക്കി കിലോമീറ്ററൂടെ മേൽപ്പാലം പണിതാൽ ഓക്കെ ആയിരുന്നു, ഒരു വിഷയമില്ലായിരുന്നു. കാരണം ഇപ്പോഴത്തെ മേൽപ്പാലം അവിടെ ഇവിടെ എല്ലാം പണിതിട്ടുണ്ട്. പക്ഷെ ബാക്കി സ്ഥലം കൂടെ നോക്കിയാൽ അത് മുഴുവൻ മേൽപ്പാലം പണിയാനുള്ള സംവിധാനമായിരുന്നു. അത് വൻ വിജയമായിരുന്നു. നമുക്കിപ്പോൾ ആലപ്പുഴ നമ്മുടെ ബൈപ്പാസ് തന്നെ നമുക്കറിയാം, എത്ര കിലോമീറ്റർ, 4-5 കിലോമീറ്റർ ആലപ്പുഴ പുന്നപ്പുറ ഇങ്ങോട്ട് വരുന്ന ബൈപ്പാസൊക്കെ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഏറ്റവും ജനസാന്ദ്രമായ ഈ റോഡാണ്. കാരണം അതുപോലെ മിനിറ്റിൽ ആയിരക്കണക്കിന് വണ്ടി പോകുന്ന, ഒരു മണിക്കൂറിൽ ആയിരക്കണക്കിന് വണ്ടി പോകുന്ന സ്ഥലമാണ്. അതൊക്കെ എല്ലാവരും തിരക്കുക. കാരണം ഒരു പൗരന്മാർ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ഒക്കെ സംസാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ AC കനാല് അതായത് കിടങ്ങറ തൊട്ട് ചങ്ങനാശ്ശേരി വരെ ഒരു 4-5 കിലോമീറ്റർ AC കനാലിൽ പോള നിറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പോള എല്ലാ കൊല്ലവും പോള വാരാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇവർ നശിപ്പിക്കുന്നത്. എല്ലാ കൊല്ലം പോള വാരാൻ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും അത് പോള വാരി എന്നിട്ട് ഏതെങ്കിലും ഒരു കുടുംബശ്രീയെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് ഒരു 10,000 രൂപ തന്നേക്കാം, നിങ്ങൾ ഈ 4 കിലോമീറ്റർ ഒരു കാരണവശാലും പോള കാണല്, എല്ലാ മാസവും അല്ലെ എല്ലാ ആഴ്ചയിലും നിങ്ങളത് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് 10,000 രൂപ. ഇത് കോടികളാണ് ഓരോ വർഷവും മുടക്കുന്നത്. നിങ്ങൾ തിരക്കെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലും ഒക്കെയുള്ള കനാലാണത്. കോടികൾ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യന്മാരില്ല. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ്. ജനങ്ങളുടെ പണം തൂർത്ത് കളയുന്ന ഒരു സംവിധാനം അതൊക്കെ. അത് സിമ്പിളായിട്ട്, വെറും സിമ്പിളായിട്ട് ഒറ്റ പ്രാവശ്യം ആ മുഴുവൻ സ്ഥലവും പോളവാരി പായലുകൾ മാറ്റി വൃത്തിയാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ജനകീയപരമായിട്ടുള്ള ഏതെങ്കിലും അയൽക്കൂട്ടം പോലുള്ളതോ കുടുംബശ്രീ പോലുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇത് നോക്കണം, 4 കിലോമീറ്റർ അല്ലെ 5 കിലോമീറ്റർ കിടങ്ങറ പാലം തൊട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി മുക്ക് വരെ. അവർക്കൊരു 10,000 രൂപ കൊടുത്താൽ 100 പേര് അതിൻ്റെ പുറകെ വരും. ഞങ്ങൾ നോക്കിക്കോളാം, അവർക്കൊരു വള്ളം കൂടി ഇട്ട് കൊടുത്താൽ വള്ളത്തിൽ അവർ നടന്ന് എല്ലാ ദിവസവും അല്ലെ എല്ലാ ആഴ്ചയിലും ചുമ്മാ വള്ളത്തിൽ നടന്ന് കിളുക്കുന്ന പോലെ ചുമ്മാ അവർ കളഞ്ഞാൽ മതി. ഈ കോടികളാണ് വന്നത്, 1-2 രൂപയല്ല, തിരക്കിയാൽ നിങ്ങൾ ഞെട്ടും. അതുപോലെ ലക്ഷക്കണക്കിന് രൂപ മടക്കി പോളവാരൽ യന്ത്രം കൊണ്ടുവന്നു. അതൊക്കെ എന്നാത്തിനാ കോടികൾ മുടക്കി യന്ത്രം കൊണ്ടുവരാൻ വല്ല ആവശ്യമുണ്ടോ? ഇതുപോലെ ഏറെയെങ്കിലും വേണ്ട 2 സ്റ്റാഫിനെ നിർത്തിയാൽ പോരെ? എന്ത് ഒരു 2 ഗവൺമെന്റ് സ്റ്റാഫിനെ നിർത്തിയിട്ട് ഒരു വള്ളവും കൊടുത്ത് വെച്ചാൽ നിങ്ങൾ ഇത് സംരക്ഷിക്കണം. AC കനാലാണ്, ഒത്തിരി നല്ല സൗന്ദര്യ പരിപാടികളൊക്കെ നമുക്ക് നല്ലതാണ്, സംരക്ഷിക്കണം. 2 സ്റ്റാഫ് മതി. നിങ്ങളത് ഇവിടെ കാണണം. ഇവിടെ കിളിക്കുന്ന പോളകൾ അപ്പം നിങ്ങൾ കൊണ്ട് അത് എടുത്ത് കളയാനുള്ള സംവിധാനം. അവർക്ക് 50,000 രൂപ ശമ്പളം കൊടുത്താലും ഇത്രയും രൂപ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭമാണ്. ഇതൊന്നും ആരും ചെയ്യത്തില്ല. ഇതൊക്കെ അറിയാം ഉദ്യോഗസ്ഥർക്ക്. ഇതെല്ലാം കുറെ ടെൻഡർ വെക്കുക, കുറെ ആൾക്കാർ പിടിക്കുക, കുറെ അവന് കമ്മീഷൻ കിട്ടും, സുഖം, ഒരു വിഷയമില്ല. ഒത്തിരി ചെറിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ പോകുന്ന ഈ ബുദ്ധിപരമായി അവർ നീങ്ങുന്ന സംവിധാനങ്ങൾ ഒത്തിരി ഉണ്ട്. കാരണം ആരും അറിയുന്ന ഇതൊന്നും. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. എന്നാലും നമുക്കിപ്പം കോൺഗ്രസ് ഭരിച്ചു, ഇടതുപക്ഷം ഭരിച്ചു. എനിക്ക് തോന്നുന്നു ഒറ്റ പ്രാവശ്യമെങ്കിലും BJPക്ക് ഒരു ചാൻസ് കൊടുക്കണമെന്ന്. പട്ടത്തിൽ മാറിയേക്കണം നമ്മളെ. ഒറ്റ പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് താങ്ങുന്നിടത്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെ നിർത്തണമെന്ന്. അവർ കൈ കാണിച്ച് ഇങ്ങനെ പോകുമെങ്കിൽ ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു ബഹളം വെച്ചെല്ലാം പോകുമെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യമെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ചാൻസ്. ഇപ്പം ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആരെ ജയിപ്പിക്കണമെന്ന്. 100 നമ്മൾ സമ്മതിദായകർ 100 പേരെ ഉള്ളേലും അല്ലെ 40 പേരെങ്കിലും അവർ ചെയ്യണ്ടേ? അല്ലെ ഇപ്പം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം അവർ തീരുമാനിച്ചാൽ പോരെ എന്ന് പറഞ്ഞ പോലെ
കുറെ സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാളെ അവിടെ ഇവിടെയൊക്കെ കയറ്റി വിട്ട് നോക്കണം. പറ്റത്തില്ല, വീണ്ടും അടുത്ത പ്രാവശ്യം വേറെ ആളെ പൊസിഷൻ. നമ്മുടെ എത്രയോ സ്ഥലങ്ങളിൽ പല പല പാർട്ടികൾ ജയിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു എപ്പോഴാണ് അവർ വന്നത്. അവരെത്ര സ്ഥലങ്ങളിൽ ജയിച്ചു, എന്നൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ എന്തുമാത്രം പാർട്ടികൾ വന്നു ഈ ഇന്ത്യ രാജ്യത്ത്, എന്തുമാത്രം പാർട്ടിക്കാർ വന്നു. അവരെല്ലാം ജയിക്കുന്നു, തോക്കുന്നു, എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അന്ന് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവരെയും കുറ്റം പറയാം അവർ നല്ലതാണ് ഇവർ നല്ലതാണെന്നല്ല. ആർക്കെങ്കിലും ഓരോ ചാൻസ് പുതിയ പുതിയ ആൾക്കാർക്ക് കൊടുക്കുക. എന്നാലേ നമുക്ക് തോന്നുന്നുള്ളൂ മുന്നോട്ടുള്ള പോകാനുള്ള സംവിധാനം കറക്റ്റായിട്ട് എടുക്കും. പിന്നെ അഴിമതി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഴിമതി ഈ ജനങ്ങളുടെ കാശാണ് ഈ അഴിമതി പണം മുഴുവൻ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾക്കൊക്കെ അറിയാം ഓരോ വെയിറ്റിംഗ് ഷെഡുകൾ പണിയുന്നു. ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ 15 ലക്ഷം മുടക്കിയാലേ ഒരു വീട് പണിയാൻ 4 ലക്ഷം കൊടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്ക് മാറ്റി അതിനുള്ള സംവിധാനങ്ങൾ എടുക്കുക. ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ, അല്ല 4 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ, ഒരു വീട് പണിയാൻ 4 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷം രൂപ കൊടുത്താൽ 5 ലക്ഷം രൂപ ഈ ആള് എവിടെങ്കിലും ലോൺ എടുക്കുന്ന കേസിൽ ഗവൺമെന്റ് തന്നെ ആ ഒരു സംവിധാനം ഗവൺമെന്റ് തന്നെ വില വെച്ച് കൊടുക്കുക. ചേട്ടൻ പറയുന്നത് നമ്മള് ഇപ്പം കോൺഗ്രസ് ഇടതുപക്ഷം മാറ്റി BJP പരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കൂടുതലായിട്ട് അഴിമതി നടക്കുന്ന സ്ഥലങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ അവിടെങ്കിലും ഒക്കെ പരീക്ഷിക്കുക. BJP വന്നു കഴിഞ്ഞാൽ ഈ അഴിമതി കുറയുമെന്നതിനൊരു എവിടെയെങ്കിലും ഒരു ഉദാഹരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉദാഹരണം സംഭവിക്കാനായിട്ട് നമുക്കിപ്പം ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനായിട്ട് കേരളത്തിൽ നമുക്ക് കൂടുതലെങ്കിലും പഞ്ചായത്തുകളൊക്കെ ഉള്ളൂ. പഞ്ചായത്തുകൾ മെമ്പർമാരെ അങ്ങനെയുള്ള കേസായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ജനകീയമായിട്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പം പ്രധാനമന്ത്രി ഇപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ നമുക്ക്. നമ്മുടെ ഇപ്പം സാധാരണപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പത്രം മാത്രമേ വായിക്കുള്ളൂ. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഈ രാജ്യത്തിന്റെ സുരക്ഷ ഇപ്പം നല്ല രീതിയിലാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചൈന അതിർത്തിയിൽ യുദ്ധം നടക്കുകയും നമ്മുടെ പട്ടാളക്കാർ 20ഓളം പേര് മരിക്കുകയും ചൈന ഭാഗത്ത് 4 പേര് മരിക്കുകയും അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം പോയി ഫോട്ടോ എടുത്ത സ്ഥലത്ത് പിന്നെ പോകാൻ സാധിക്കാത്ത രീതിയിൽ ചൈന അവിടെ കൈയെടുക്കുകയും ചെയ്തു. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ചൈന വലിയ എക്കോണമിയാണ്, നമുക്കതിനുള്ള പവറില്ല അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റാൻഡ് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ശരിയായ നടപടിയാണോ? എന്തുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ചൈനയോട് കൂടുതൽ കടുത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ രാഷ്ട്രീയപരമായോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു സാധാരണ അറിവ് വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഈ എന്നാ പറയുന്നത് പുറകിൽ നിന്നൊന്ന് ആഞ്ഞ് ശകലം പുറമോട്ട് പോയിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ആർക്കും ഇപ്പം നമ്മൾ എത്രയോ വർഷം മുന്നേ തൊട്ട് പാകിസ്ഥാനായിട്ട് നമ്മൾ യുദ്ധമാണ്. എത്രയോ വർഷം മുന്നേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തൊട്ട് പാകിസ്ഥാനായിട്ട് യുദ്ധമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച 24 മണിക്കൂർ പോലും വേണ്ട തട്ടിക്കളയാൻ. 24 മണിക്കൂർ പോലും വേണ്ട ഈ പാകിസ്ഥാനെ മുഴുവൻ തകർക്കാൻ. അപ്പോൾ അത് പല ഭാഗത്തു നിന്നും. അപ്പോൾ പണ്ട് എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ടുണ്ട്, അമേരിക്കയുടെ പല പടക്കപ്പലുകൾ ഇന്ത്യൻ അതിർത്തിയിലോട്ട് വരുമെന്നൊരു ഫോൺ കോൾ വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞത്, നീ കപ്പലൊക്കെ ഇങ്ങോട്ട് വിട്ടോ, പക്ഷെ അത് തിരിച്ചു പോകണമെന്നും ഞാൻ തീരുമാനിക്കും, അല്ലെ എൻ്റെ പട്ടാളം തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു വനിതയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അപ്പം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടോ, നമ്മളെക്കാട്ടും വലിയ പുള്ളിയല്ലേ അമേരിക്ക. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ സംവിധാനങ്ങൾ എല്ലാവരും പറയാനും എടുക്കാനും ഒന്നും നമുക്കൊക്കത്തില്ല. അതെന്തുവാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഒരിക്കലും ഒരു നേതാക്കന്മാരും മുഴുവൻ കാര്യങ്ങളും ഡിഫൻസിന്റെ അറിയുന്നില്ല. ഒരു നേതാക്കന്മാരും അറിയുന്നില്ല. പിന്നെ ഇതിനെക്കാട്ടി നേതാക്കന്മാരെ ഒക്കെ വലിയ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവില്. അത് എത്ര ഇപ്പം പ്രധാനമന്ത്രി വിചാരിച്ചാലോ മറ്റവർ വിചാരിച്ചാലോ ഒന്നും സംവിധാനമൊന്നും മാറ്റാനൊന്നും ഒക്കൊന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരത് പഠിച്ചിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. അടുത്ത ഒരു വിഷയം നമ്മുടെ രാജ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് കാശ്മീരിലേക്ക് വരുമ്പോൾ, കാശ്മീര് ലഡാക്ക്
എന്നിവ അത് പണ്ടൊരു സംസ്ഥാനമായിരുന്നു. അത് കുറച്ച് സ്വയംഭരണമുള്ളൊരു സംസ്ഥാനമായിരുന്നു. അതിനെ ഇപ്പോൾ മാറ്റി വിഭജിച്ച് രണ്ടാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും, സുരക്ഷ കൂടുതൽ മെച്ചമാകും, അത് അതുകൊണ്ട് എല്ലാ വിധത്തിലും സ്ഥിതികൾ നന്നാകുമെന്നാണ്. പക്ഷെ അവിടെ ഇതുവരെ നമുക്കൊരു പുതിയതായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനോ പുതിയ ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരാനോ പോലും സാധിക്കാത്ത രീതിയിൽ ഇപ്പോഴും സ്ഥിതിഗതികൾ മോശമായിട്ട് ഉള്ളതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ സാധിക്കാത്തത്. അത് ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് അതിനകത്തും നമ്മുടെ കേന്ദ്ര സർക്കാരിന് അതൊരു പരാജയമല്ലേ അതിനകത്ത് സംഭവിച്ചത്? നമ്മൾ ഇപ്പം പരാജയം ആന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റേ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു അറിവിൽ ഒരു 15-20 വർഷം മുന്നേ മാലപ്പടക്കം പൊട്ടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ബോംബും അതും ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ബോംബുകളും മറ്റേതും മറിച്ചതും ഒക്കെ ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു 15-20 വർഷം മുന്നേ എങ്കിലും. പക്ഷേ ഇപ്പോഴങ്ങനെ വലുതായിട്ട് പൊട്ടുന്നുള്ളതൊന്നും ഞാൻ പത്രത്തിലും അവിടെ ഇവിടെ ഒന്നും കേട്ടിട്ടില്ല ഇപ്പം സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒത്തിരി വർഷം ഭരിച്ച് ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് തോന്നുന്നു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. സംരക്ഷിക്കുന്നവരെ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് 3-4 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5-6 മക്കളുണ്ട്, അവർ 5-6 പേരുടെയും സ്വഭാവമൊന്നും ഒന്നാകണമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് 2 അടിച്ചിട്ട് വന്ന് കലഹം ഉണ്ടാക്കാം. നമ്മുടെ വീടാണ്, സമാധാനം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മക്കളും ഭാര്യയും പിള്ളേരും എല്ലാം ഉണ്ട്, അച്ചാച്ചൻ 2 അടിച്ചിട്ട് വന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാം, ഒരു വിഷയവും എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ. നമുക്ക് പണ്ട് തൊട്ട് നമ്മൾ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ കാശ്മീർ നമ്മുടെ നാടെന്നാണെന്നും പിന്നെ പണ്ടത്തെ കാര്യമൊന്നും നമുക്ക് ചെയ്യാനോ നമുക്ക് അതിൻ്റെ സംവിധാനമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പിന്നെ എഴുത്തുകുത്തുകളൊന്നും നമ്മുടെ ബോധവാന്മാരാക്കിയിട്ടില്ല നമ്മുടെ ആൾക്കാരെ ഒന്നും കൂടുതലായിട്ട്. അപ്പോൾ അതൊക്കെ ആക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കും. നമുക്ക് അങ്ങനെ അറിവ് പൂർണ്ണമായിട്ട് കിട്ടുമ്പോഴാണ് ഏതൊരു മനുഷ്യനും ബോധ്യം വരുന്നത്. ഏതെങ്കിലും നമ്മൾ അറിവ് കറക്റ്റായിട്ട് ഇപ്പം നമുക്കൊരു നല്ലൊരു അറിവ് കിട്ടി അതിൻ്റെ എവിഡൻസ് തെളിവുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ ബോധവാന്മാരാകുന്നത്. അപ്പോൾ ആ തെളിവുകളും അറിവുകളും ഒക്കെ എല്ലാവരും ഉണ്ടായി കഴിയുമ്പോൾ അത് നല്ലതാണോ ചീത്തമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളല്ലേ എല്ലാം, അവർ തീരുമാനിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇപ്പം നമ്മുടെ മണിപ്പൂർ വിഷയം എന്നൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. മണിപ്പൂരില് BJP സർക്കാർ വന്ന ശേഷമാണല്ലോ ഇത്രയും ഒരു കലാപം ഉണ്ടാവുകയും. അതല്ലേ പറഞ്ഞത്, നമുക്കിപ്പം ഏത് സർക്കാർ വന്നാലും എന്നാലേ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ 10 പേര് നമ്മൾ ഓക്കെ ആയാലോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരു പരാതിക്കാരൻ വരുമ്പോൾ അയാളുടെ പരാതി രേഖപ്പെടുത്തി കേസെടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ സംസ്ഥാന ഭരണകൂടം കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്നു. പിന്നെ അതിന് സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ കമ്മിറ്റി വെച്ച് അവരെ കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളല്ലേ ഒരു BJP ഭരണത്തിൽ മണിപ്പൂരിൽ സംഭവിച്ചത്. എനിക്ക് അതിനെക്കുറിച്ച് വരിക, കാരണം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം എന്നാണെന്നറിയോ, നമ്മൾ പഞ്ചായത്തിലൊക്കെ നമ്മൾ മെമ്പർമാരെ നിർത്തുന്നു. രാഷ്ട്രീയക്കാർ മെമ്പർമാരെ നിർത്തും. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നല്ല മെമ്പർമാരെ നിർത്തും. അത് എല്ലാവരും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബക്കാരനെ അങ്ങോട്ട് നോക്കും. ആ വാർഡിൽ എത്രയും കൂടുതൽ വോട്ട് കിട്ടുന്ന കുടുംബക്കാരനുണ്ടെങ്കിൽ അവൻ ഇന്നലെ വരെ ഏത് പാർട്ടിയാണെന്നല്ല നോക്കുന്നത്. ഇന്ന് അവനെ നിർത്തിയാൽ ആ മെമ്പർ ജയിക്കും എന്ന് ഉറപ്പായാൽ അവനെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടു നിർത്തും. അത് രാഷ്ട്രീയമല്ല, അത് അതായത് രാഷ്ട്രീയക്കാരുടെ കളികളാതെ. ഈ രാഷ്ട്രീയവും രാജ്യസ്നേഹവും മറ്റുമൊക്കെ വ്യത്യാസം. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കണ്ണടയ്ക്കും, ചില കാര്യങ്ങൾ അറിയാമല്ലോ. രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയം വേണം, അധികാരം വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇവരെങ്ങും മിണ്ടാതിരിക്കും, ചിലയിടത്ത് പോകത്തില്ല, ചിലയിടത്ത്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അധികാരം നിലനിർത്താനായിട്ട് എല്ലാ നേതാക്കന്മാരും എന്നൊക്കെ പണി ചെയ്യാവോ അതെല്ലാം ചെയ്യും. അത് ചോട്ടാ നേതാവ് ഉൾപ്പെടെ അങ്ങ് കേന്ദ്രത്തിലാണേലും അല്ലെ വലിയ പ്രധാനമന്ത്രി ആണേലും അല്ലെ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും എനിക്കൊരു അധികാരം നിലനിർത്താൻ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഏതൊരു മനുഷ്യനും നമുക്കറിവുള്ളതാണ്. ഏതൊരു മനുഷ്യനും ഒരു സാമാന്യ ബുദ്ധിയും വിവേകമുള്ള മനുഷ്യനൊക്കെ മനസ്സിലാവും. എല്ലാ പാർട്ടിക്കാരും അധികാരം നിർത്താൻ ഇച്ചിരി മൾവട്ടൊക്കെ കാണിക്കുമെന്ന്. അത് ഉറപ്പല്ലേ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഒരു പോംവഴി ഉള്ളത്? ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് രീതിയിൽ ചിന്തിച്ച് നമ്മൾ വോട്ട് ചെയ്താലാണ് ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുക?
നമ്മൾ 140 കോടി ജനങ്ങളായി. 140 കോടി ജനങ്ങൾ, 140 കോടി മനസ്സാ. എല്ലാരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണുന്ന മനുഷ്യരാണ്. നമ്മൾ കോവിഡ് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാണ് ഈ പിള്ളേർ തൊട്ട് എല്ലാവരും ഈ മൊബൈലെ കളിക്കാൻ തുടങ്ങി. കോവിഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലിന്റെ ഉപയോഗം കൊണ്ട്. നല്ലതുമാണ് ചീത്തയാണ്. എത്രയോ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ മൊബൈൽ കൊണ്ട്. എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അതിജീവിക്കുക. പിന്നെ എല്ലാത്തിനും മേളിൽ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനാണ് അവസാനത്തെ പരിപാടി എല്ലാം ചെയ്യുന്നത്. അത് ആർക്കാണേലും നമ്മൾ എല്ലാം ഈശ്വരൻ, അതായത് ഒരു ശക്തിയുണ്ട്. അത് ഇന്ന പേര് പല പേരിൽ എല്ലാവരും പറയുന്നു, അതേ നടക്കത്തുള്ളൂ. എല്ലാത്തിനും ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുക. ഇപ്പം തന്നെ ഈയിടെ നമ്മൾ അറിഞ്ഞില്ല, കടലിനടിയിൽ 7 കിലോമീറ്ററിനെങ്ങാണ്ട് 7 8 കിലോമീറ്റർ സമുദ്രം ഉണ്ടെന്ന്. ആരെങ്കിലും ഇത്രയും നാൾ പറഞ്ഞാണോ നമ്മുടെ ഭൂമിക്കടിയിൽ സമുദ്രം ഉണ്ടെന്ന്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചില കണ്ടുപിടുത്തങ്ങൾ നമ്മളെ കൊലയോടെ നശിപ്പിക്കും, ചില കണ്ടുപിടുത്തങ്ങൾ നമ്മളെ സംരക്ഷിക്കും. അതിന്റെ ഏറ്റവും വലിയ പ്രധാന ഉദാഹരണമാണ് നമ്മുടെ മൊബൈല്. നമ്മുടെ ഇന്നത്തെ ജനറേഷനെ മുഴുവൻ റേഡിയേഷൻ കൊണ്ട് നശിപ്പിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുക. മൊബൈലിലെ പിള്ളേർക്കൊന്നും ഇപ്പം എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും ഒക്കെ മൊബൈൽ അങ്ങോട്ട് കൊടുത്ത് അവർ ചുമ്മാ ഇരിക്കുമെന്ന് പറഞ്ഞു. പണ്ട് എന്തെങ്കിലും കളിപ്പാട്ടം കൊടുക്കുന്ന സ്ഥാനത്ത് ഇന്ന് മൊബൈൽ കൊടുത്തിട്ടാണ് എല്ലാ അച്ഛനും അമ്മയും മാറിയിരിക്കുന്നത്, അവരുടെ പണികൾ ചെയ്യുന്നത്. വല്യപ്പനും വല്യമ്മയും ഒന്നും സംരക്ഷിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും താരാട്ട് പാടാനോ നോക്കാനോ എടുക്കാനോ ഒന്നും ആരും പോകുന്നില്ല. അവർക്കൊരു മൊബൈൽ കൊടുത്താൽ മതി. എത്രയോ ടിവിയും ഇവിടെയൊക്കെ നമുക്ക് ഓരോ ന്യൂസുകളൊക്കെ വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ കിടന്ന ഓരോ കാര്യങ്ങൾ മൊബൈലിൽ കൂടെ കാണിക്കുന്നത്. എൻ്റെ അറിവിലേക്ക് ഞങ്ങളൊക്കെ ഒരു ഫോൺ ചെയ്യുന്നതിന് എനിക്ക് 10 12 വയസ്സായപ്പോഴേ ഏതെങ്കിലും വീടുകളിലായിരുന്നു അന്ന് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞ 5 പേരുണ്ട്, 6 ഫോൺ കാണും. അതും സ്മാർട്ട് ഫോണാണ്. ഞാനിപ്പോഴും വേണ്ട ഉപയോഗിക്കുന്നത് ഈ ഫോണാണ്. കാരണം വേറെ ഒന്നുമല്ല, കാരണം എനിക്ക് ഇത് മതി. കാരണം എനിക്കിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാനായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിക്കൊണ്ടിരിക്കാനുള്ള നമുക്ക് അത് വേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെയിലെല്ലാം ഇരിക്കുന്നത് സ്മാർട്ട് ഫോണാണ്. അവരോട് പറയുന്നുണ്ട്, എടാ ഇത് റേഡിയേഷനാണ്, നിന്റെ ജീവിതത്തിൽ അതിനി മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ അത് ദോഷമാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ ബ്ലഡ് സർക്കുലേഷനും പിന്നെ അതുപോലെ തന്നെ ഇനി നിനക്ക് പിള്ളേരുണ്ടാകാൻ തന്നെ ഇതൊക്കെ വിഷയമാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല നമ്മൾ തന്നെ എടുക്കാനാണ് കുറേ പറയുക, പിള്ളേർക്ക് ഇത് മതി, മൊബൈൽ കളിച്ചിരുന്നാൽ മതി, വേറെ കളികളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതാണ് ഇപ്പം ഇനി നോക്കിക്കോണം. ഏറ്റവും കുറഞ്ഞ ഒരു 10-15 വർഷം കൂടെ കഴിയുമ്പം ഒരു 40-45 വയസ്സല്ല 50 വയസ്സ് കഴിയുമ്പം എല്ലാവരുടെയും ബുദ്ധിയും എല്ലാം കെട്ടുപോകും. ജോയി, നമ്മുടെ മണ്ഡലത്തിൽ ജോയി LDF, പിന്നെ ചന്ദ്രശേഖർ ചന്ദ്രശേഖർ അല്ലേ, കറക്റ്റ് അറിയില്ല, അത് BJPയുടെ. പിന്നെ കോൺഗ്രസിന് നമ്മുടെ അടൂർ പ്രകാശ്. ആകെ തെറ്റിപ്പോയല്ലോ. അല്ല, ജോയിയും അടൂർ പ്രകാശും ആറ്റിങ്ങൽ മണ്ഡലമാണ്. ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലം. മുരളീധരൻ ചേട്ടൻ ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയം അറിയാം, പൊളിറ്റിക്സിലുള്ളവരാണല്ലോ എല്ലാവരും, അതറിയാം എല്ലാവരും. ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഈ ഓരോ സ്ഥാനാർത്ഥികളുടെ നമ്മളൊന്ന് ഓർക്കുവാണെങ്കിൽ എന്താണ് നമ്മുടെ മനസ്സിലോട്ട്, ഇവരുടെ ഏത് പ്രവർത്തനങ്ങളാണ് മനസ്സിലോട്ട് വരുന്നത്? നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് അങ്ങനത്തെ ഒരു റൂറൽ ഏരിയയാണ്. അവിടെ പിന്നെ ആരും പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ചെയ്തൊക്കെ പകുതിയിൽ കിടക്കുകയാണ്, മുഴുവനായിട്ടില്ല ആര് ചെയ്തത് എന്നുള്ളതാണ്. ഒരു കുടിവെള്ള പദ്ധതി മാത്രമേ ഇപ്പോൾ വന്നു, അതിപ്പോൾ വെള്ളമില്ല പൈപ്പിൽ, പക്ഷെ ബില്ല് വരുന്നുണ്ട് കറക്റ്റായിട്ട്. അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. CPI വാർഡാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടുത്തെ റോഡൊക്കെ വളരെ, ഇപ്പം മെയിൻ റോഡ് ടാർ ചെയ്തു, ബൈ റോഡൊക്കെ വളരെ മോശമാണ്, ടാറായിട്ടില്ല. വാർഡ് മെമ്പറുടെ ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടൊന്നും ടാറായിട്ടില്ല, തുറന്നു പറയുകയാണെങ്കിൽ. CPIയുടെ മെമ്പറിൻ്റെ CPI വാർഡാണ് നമ്മൾ താമസിക്കുന്നത്. അതാണ് അവസ്ഥ. അതൊക്കെ പ്രധാനമായിട്ടും MLAയുടെ പ്രവൃത്തിയിൽ വരുന്നതല്ലേ? അല്ല, അത് ഞാൻ അതൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഒരു വാർഡ് മെമ്പറിന് കഴിവില്ലെങ്കിൽ പിന്നെ വാർഡ് മെമ്പറിൻ്റെ ആവശ്യം ഇല്ല. ആണായാലും പെണ്ണായാലും വാർഡ് മെമ്പറിന് കഴിവില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനം എന്തിനാണ്? അവർക്ക് വീട് വയ്ക്കാനാണോ? അവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണോ? അവർക്ക് വേറെ പണിക്ക് ജോലിക്ക് പോകാമല്ലോ. അല്ല, അത് പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ് പിന്നെ MLAക്ക് അത് ചെയ്യാൻ പറ്റും, റോഡുകളും മറ്റു കാര്യങ്ങളും. അപ്പം അതിന് ഫണ്ടൊക്കെ അനുവദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ലോക്സഭ
എം പിമാർക്കും ഈ വക റോഡ് പദ്ധതി അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി അതിനൊക്കെ ഫണ്ടുകൾ അനുവദിക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളുടെ ആ ഏരിയയിൽ നമ്മുടെ എം പി അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA ഫണ്ടുകൾ ആവശ്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല പദ്ധതികളും പകുതി ഒഴുകി കിടക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? തുടങ്ങി വെച്ച് പറയുമ്പോൾ ലേറ്റസ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങിയത് ഇപ്പോഴത്തെ LDF സർക്കാരിന്റെ കാലത്തുള്ള ചെറിയ പ്രൊജക്റ്റുകളാണ്. ബാക്കി കുറേയൊക്കെ കോൺഗ്രസ് തുടങ്ങി വെച്ചതാണ്. പൂർത്തീകരിച്ചത് കുറച്ചൊക്കെ വരാണ്. പക്ഷെ എന്നാണ് എൻ്റെ ഒരു അറിവ്. നേരത്തെ കോൺഗ്രസ് ഇരുന്ന സമയത്ത് തുടങ്ങി വെച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. തുടങ്ങിയത് ഇപ്പോൾ അവരായിരുന്നു. ഇതിനെക്കുറിച്ച് ഏതൊക്കെയാണ് ആ പദ്ധതികളെന്ന് പറയാൻ പറ്റുമോ? അപ്പം നമ്മുടെ മണ്ഡലമാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതെനിക്ക് അങ്ങനെ അവിടെ ഇപ്പം ഈ പറഞ്ഞ കുടിവെള്ള പദ്ധതി ആയിരുന്നാലും ഇപ്പം റോഡ് ആയിരുന്നാലും അതുപോലെയൊക്കെയുള്ള ഇതൊക്കെ ഇവർക്ക് പൂർത്തീകരിച്ചതാണ്. LDF പൂർത്തീകരിച്ചതാണ്. തുടങ്ങിയൊക്കെ വെച്ചത് അവരാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടക്കം അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ രണ്ടുപേരുടെ ഏകദേശം അതിനകത്ത് പറഞ്ഞു, വി ജോയിയുടെയും പറഞ്ഞു, നമ്മുടെ അടൂർ പ്രകാശിൻ്റെയും കോൺട്രിബ്യൂഷൻ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുരളീധരൻ്റെ എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ തന്നെയല്ല വേറെ എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? അവിടെ അങ്ങനെ അതുണ്ട്. കാരണം കേന്ദ്ര ഫണ്ടാണല്ലോ കൂടുതലും വിനിയോഗിക്കുന്നത്. അവരുടെ ഫണ്ടാണ് കൂടുതലും വിനിയോഗിക്കുന്നത്, കേരള സർക്കാർ യൂസ് ചെയ്യുന്നെങ്കിൽ. അപ്പം അങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി ആയിരുന്നാലും നമ്മുടെ റിംഗ് റോഡായിരുന്നാലും ഒക്കെ. പക്ഷെ റിംഗ് റോഡ് തുടങ്ങിയിട്ടില്ല, അളവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണെന്നാണ് എൻ്റെ ഇത്. പക്ഷെ അതൊന്നും ആയിട്ടില്ല, വേറൊന്നായിട്ടില്ല. BJPയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഇതില്ല. അവിടെ അവരുടെ MP യുടെ ആയിട്ട് അവിടെ ഒന്നും വന്നതായിട്ട് എനിക്കറിയില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ LDF ഇടതല്ലേ വലത്, അതാണ് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊന്നും അവിടെ വന്നിട്ടില്ല, അറിവില്ല. അവിടെ അതിനുള്ളതില്ല. ചെറിയ ഏരിയ, റൂറൽ ഏരിയയില്ല, ആ ഒരു നമ്മളെ മണ്ഡലത്തിലില്ല. അല്ലാതെ നടന്നിട്ടുണ്ട്. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിയൊക്കെ തന്നെ നമുക്ക് പറയാമല്ലോ. ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് അതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് പോലെ ആക്കി, അത് സർക്കാരിൻ്റെ ഭൂമിയും അവർക്ക് വെറുതെ കൊടുത്തു, കൂടെ സർക്കാരിൻ്റെ പൈസയും കൊടുത്തു. ആ പൈസ വെച്ച് അവർ പണിയുന്നു. എങ്കിലും സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല, സർക്കാരിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്നൊരു പദ്ധതിയാണ് എന്നങ്ങനെയുള്ള പല വിമർശനങ്ങളും കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്, ആ പദ്ധതിയെക്കുറിച്ച്? അത് അത്യാവശ്യമുള്ളതായിരുന്നോ, അതോ അത് കൂടുതൽ സുതാര്യമായിട്ട് പൊതുമേഖലയോ അല്ലെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് കമ്പനികളെ കുറഞ്ഞ ചെലവിൽ നടത്തേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ അതിനെക്കുറിച്ച്? അതിനെപ്പറ്റി അങ്ങനെ ഡീപ്പായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അത് ചിലപ്പോൾ ഈ ഒരു ചർച്ച കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ, ആസ് എ ക്രിസ്ത്യൻ ഫിഷർമാൻ്റെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ളതാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും നടത്തിയതായിട്ട് നമുക്കറിയില്ല. അതിനുവേണ്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ അതിരൂപതയുടെ ഫണ്ടൊക്കെ ഫ്രീസ് വെച്ചിരിക്കുകയാണ്. അത് കേരള സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ ഫ്രീസ് ചെയ്യാന്ന് അറിയില്ലെങ്കിലും ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അറിയുന്നത്. നമ്മുടെ പ്രതിദിന കാര്യങ്ങൾക്ക് വരെ നമ്മളിപ്പോൾ പിരിവാണ് ചെയ്യുന്നത്. ചർച്ചിലെ ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും പെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ മെയിൻ വരുന്ന വരുമാനം അവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അറിയാമല്ലോ, നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ പോക്കറിയാമല്ലോ. ഒരു ഭാഗത്ത് പുരോഗമനം പറയുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ മുതുകെ അടിച്ചമർത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫണ്ട് ഇപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ചർച്ചിലെ കളക്ഷനൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊരു ഇപ്പൊ ഇത് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. അതുപോലെ തന്നെ തീരെ ശോഷണം അവിടെ നടക്കുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തുറമുഖം അതിൽ വരുന്നതുകൊണ്ട് അവിടെയുള്ള ഫിഷർമെന് അല്ലെങ്കിൽ തീരത്തിന് നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാനവിടെ അതിനുശേഷം പോയിട്ടില്ലെങ്കിലും അത് നമ്മൾ വാർത്ത വായിച്ച് കാണുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീരശോഷണം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇത് ഇപ്പോഴും അറിയാമല്ലോ, പുരോഗമനം അങ്ങനെ വന്നിട്ടില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണതാണ് എപ്പോഴും ബെറ്റർ ആയിരുന്നത്. പക്ഷെ അവരങ്ങനെ ചെയ്തതായിട്ട് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ. പിന്നെ എന്താ പറയണ്ടേ, നല്ലൊരു പ്രൊജക്റ്റാണ് തുറമുഖം അത് വരുന്നത്. പക്ഷെ അതിനനുസരിച്ച് അവിടെയുള്ളവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. സർവീസ് കൊടുത്താലല്ലേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കാവെന്ന് പറഞ്ഞതും അന്ന് ശേഷം ഇപ്പം നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നടപ്പാക്കാതെ ആയിട്ടുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം പാർപ്പിടത്തിന്റെ കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ കടലിൽ പോകുന്നവരാണ്. അവർക്ക് അതിനടുത്തായിട്ട് തന്നെ പാർപ്പിടം കിട്ടിയാലാണ് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്.
രാവിലെ കഴിച്ചിട്ട് അവർക്ക് 4 മണിക്ക് 3 മണിക്കൊന്നും ലോങ്ങിൽ നിന്നൊന്നും ഒരിക്കലും അവർക്ക് പോകാൻ പറ്റില്ല കടലിൽ. സോ അവർക്ക് അതിന് അടുത്തായിട്ട് തന്നെ സൗകര്യങ്ങൾ കൊടുക്കണമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് മാറിയിട്ട് എവിടെയാണ് കൊടുത്തേക്കുന്നത്, അതും സൗകര്യം പോരാ. എന്താ പൊട്ടി ഒലിച്ചിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി എന്നുള്ള വാർത്ത ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഇപ്പൊ നമ്മൾ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ വോട്ടിലാണ് അവർ സർക്കാർ കയറിയിരിക്കുന്നത്. നമ്മൾ വോട്ടിട്ടില്ലെങ്കിൽ നോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റില്ല, കേരളത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ വരും കാലത്ത് ഈ വോട്ട് വെട്ടിയിൽ വോട്ട് വീഴത്തില്ല എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ വൻ വ്യവസായ പദ്ധതികൾക്ക് വേണ്ടി പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ അവരുടെ പരിഗണനയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും അവർക്ക് ആവശ്യമായ പുനരധിവാസ പദ്ധതികളും ഒന്നും നടപ്പാക്കുന്നതിൽ സർക്കാരുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? 100%. കാരണം അത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അന്ന് അവിടെ ഉണ്ടായ സമരങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏത് സർക്കാരായാലും, കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ചെയ്തു കൊടുത്തെങ്കിൽ നമ്മൾ സമരം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരാളെ 100 രൂപ മേടിച്ചിട്ട് അതിന് നമ്മൾ കിട്ടിയില്ല എന്ന് സമരം ചെയ്യണമെങ്കിൽ രാഷ്ട്രീയക്കാരെ ചെയ്യത്തുള്ളൂ, പൊതുജനം ചെയ്യത്തില്ല. എന്തായാലും അത് പൊളിറ്റീഷ്യന്മാർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് എൻ്റെ അറിവ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. എന്തായാലും ജനങ്ങൾ ചെയ്യത്തില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ ഫ്രോഡുകളായിരിക്കണം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയാണെങ്കിൽ ആ പ്രളയ സമയത്തൊന്നും അവർ ഹെൽപ്പ് ചെയ്യാൻ പോകത്തില്ല. ഒരു ലാഭമില്ലാതെ അവർ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് നമ്മൾ നോക്കണം. പക്ഷെ അതേസമയം രാഷ്ട്രീയക്കാരും ആ പ്രളയ സമയത്ത് മാളത്തി ഒളിച്ചല്ലാതെ ഒന്നും ഇറങ്ങിയതായിട്ട് നമുക്കറിയില്ല. അവിടെ ഇവിടെ 1-2 പേര് ക്രോഡീകരിച്ചു, അത്ര തന്നെ. ബാക്കി എല്ലാവരും നമ്മൾ സെൽഫായിട്ട് പോയി നമ്മൾ ചെയ്ത് കൊടുക്കുകയായിരുന്നു, നമ്മളെല്ലാവരും പേഴ്സണലായിട്ട്, അത് എല്ലാവരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്തിട്ടില്ല, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവർ സമരത്തിന്റെ ആവശ്യമില്ലല്ലോ, ഒരു സമരത്തിന്റെ ആവശ്യമില്ല. വിഴിഞ്ഞ പദ്ധതി കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, അവർ നമുക്ക് തന്നു. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പ്രാധാന്യ പോലെ ഒരാളെ ഏറ്റെടുത്തു ചെയ്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മീറ്റപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സമരങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് എന്തൊക്കെ പദ്ധതികളാണ്, അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളെ ഏത് രീതിയിൽ അവർ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അങ്ങനെ എന്താണ് നമ്മളൊരു അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് ഇനി വരാൻ പോകുന്ന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അടുത്ത 5 കൊല്ലം ആര് വന്നാലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം കേന്ദ്രത്തിൽ നിന്നും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കാം നെക്സ്റ്റ് ഇനിയും വരുന്നത്. പക്ഷേ ഈ എന്താ പറയണ്ടേ, ഈ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിലും ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടെങ്കിലും നമുക്കത് വലിയ പാടാണ്. നമ്മുടെ ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ മോശക്കാരാവും. എത്ര കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, എത്ര ഉണ്ടെങ്കിലും കാര്യമില്ല. ചെറിയൊരു കാര്യം മതി, നമ്മുടെ കഞ്ഞിയിൽ നമ്മൾ മണ്ണുവരിയിട്ടില്ല. അതുപോലെ നമ്മൾ എന്ത് നല്ല ചെയ്താലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കി പോയില്ലെങ്കിൽ ഒരു ഉപയോഗമില്ല. എത്ര കോടി ചിലവാക്കിയിട്ടും കാര്യമില്ല. അത് ചേട്ടൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഇപ്പൊ നമുക്കറിയാം, ചൈന അമേരിക്കയോട് കിടപിടിക്കുന്ന വൻ ശക്തിയായി വന്നെങ്കിലും അവസാനം അവരുടെ തന്നെ പ്രവൃത്തികൾ മൂലം അവരുടെ ലോകത്തിലുള്ള അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് അവരുടെ ഒരു ഇലക്ട്രോണിക് സാധനവും മറ്റ് രാജ്യങ്ങളൊന്നും വാങ്ങാത്ത രീതിയിലേക്ക് അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഒരു സ്ഥിതി നമ്മളും ലോകത്ത് ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നമ്മൾ ഈ വർഗീയപരമായിട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലേ? വർഗീയപരമായിട്ട് മാറിയാൽ നമ്മൾ ഒറ്റപ്പെടാൻ ചാൻസ് പെട്ടെന്ന് കുറവാണ്. കാരണം BJP-യുടെ അവരുടെ ഒരു രാഷ്ട്രീയ ഇതനുസരിച്ച് അവർക്ക് കുറച്ചു കാലം കൂടെ പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ ഉണ്ടാവും, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്നിക്കൽ പരമായൊക്കെ നമ്മൾ ഹെവി ആയിട്ടില്ലെങ്കിൽ, മീൻസ് ലൈക്ക് ഒരു അമേരിക്കൻ അതുപോലുള്ള കൺട്രിയെ പോലെയൊക്കെ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെടും. കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഈ ആധുനിക കാലത്ത് ആവശ്യമില്ല. മതമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതില്ലാത്ത രാജ്യങ്ങൾ നമ്മളെക്കാട്ടി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ 144 കോടിയുള്ള നാട്ടിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പൂർണ്ണമായിട്ട് നടക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടാവും, വർഗീയ ധ്രുവീകരണം മസ്റ്റായിട്ട് എന്താ പറയണ്ടേ, എനിക്ക് ലോകാവസാനം വരെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് മാറിയില്ലെങ്കിൽ ഒറ്റപ്പെടാൻ ചാൻസ് കൂടുതലാണ്. മീൻസ് അങ്ങനെ ആഫ്റ്റർ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ശേഷം അതിൽ BJP-യിൽ പിന്നെ ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അതുകൊണ്ട് അയാളെ കാലം കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അതാണ് അതിൻ്റെ ഒരു വേറെ എന്തെങ്കിലും നമുക്ക് ഇപ്പം നമ്മൾ വർഗീയ ധ്രുവീകരണം നമുക്ക് ഒഴിവാക്കണം, ജനങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വികസന പദ്ധതികൾ തുടരണം. ഈ 2 കാര്യങ്ങളല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അങ്ങനെയുള്ള എന്തെങ്കിലും പരിഹരിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ PSC-യിൽ തന്നെ നമുക്കറിയാം. തുറന്നു പറയുകയാണെങ്കിൽ ഞാനിപ്പം നമ്മളൊക്കെ താഴേക്കിടെ നമുക്ക് കയറി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ അണ്ടർഗ്രൗണ്ട് പരിപാടി നമുക്കറിയാം. PSC-യിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ ജനമായതുകൊണ്ട് നമുക്കൊരു പരിധിയുണ്ട് പറയണേ. പറഞ്ഞാൽ നമ്മുടെ വോയിസ് എങ്ങനെ കേൾക്കത്തില്ല. പക്ഷെ പറയേണ്ടവർ പറയുന്നില്ല.
അവർക്ക് മണിപ്പൂരിനെ കുറിച്ച് പറയാൻ അവിടെയൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ അയൽവക്കത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെയുള്ള കേരള സർക്കാരിനും താല്പര്യമില്ല, കേരള സർക്കാരിന് താല്പര്യമില്ല. അതിനുപകരം നമ്മുടെ പാലസ്തീനിലോ ഈ ഇസ്രായേലിലോ ബോംബ് പൊട്ടി ഇവിടെ കിടന്ന് കരയും. പക്ഷെ നമ്മുടെ നാട്ടിലൊരു കുഞ്ഞു വിശന്ന് കരഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു രൂപ കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നമുക്കറിയാലോ, പിന്നെ കുറച്ച് പേര് അവിടെ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളെ ബോച്ചയൊക്കെ ചെയ്തതുപോലെ കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പോഴും വളരെ പിന്നിലാണ്. ലോക ഭൂപടത്തിൽ പല കാര്യങ്ങളിലും 99% കാര്യങ്ങളിലും പിന്നിലാണ്. 100 പോയിന്റ് എടുത്ത് 100 സ്ഥാനം നോക്കിയാൽ 101 102 ഒക്കെയാണ് പല കാര്യങ്ങളിലും. അടിസ്ഥാന സൗകര്യം ഇപ്പോഴും വളരെ കുറവ് തന്നെയാണ്. കേരളത്തിൽ എനിക്ക് വളരെ മാറ്റമുണ്ട്. ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിലും എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ്. മാറ്റം വരാൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരിക്കലും പ്രധാനമന്ത്രിയാവാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മാറ്റം ഒരുപാട് വരാനുണ്ട്. ആ ചെയ്യുന്നവർ ചെയ്യുന്നില്ല, അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കൊണ്ട് നടക്കത്തില്ല. കാരണം ഇന്ന് നമ്മളോട് പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP രാത്രിയാകുമ്പോൾ ഒത്തിരുന്ന ചായ കുടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇത് പത്രത്തിലൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റിയൽ ആയിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ ബുദ്ധിയുള്ളവർ ആ രീതിയിൽ വോട്ട് ചെയ്യും, അല്ലാത്തവർ ആ ഒരു അങ്ങനെ അങ്ങ് പോകും. അവർക്ക് വേറെ നഷ്ടപ്പെടാനില്ലല്ലോ, അതാണ് കാര്യം. നമ്മളെന്തായാലും നോക്കിയേ വോട്ട് ചെയ്യത്തുള്ളൂ. അത് നമുക്കറിയാം അടുത്ത 5 വർഷം ആര് ഭരിച്ചാൽ കൊള്ളാന്നുള്ളത്. പക്ഷേ എന്നാൽ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആരാണ്. അവർ നമുക്കിട്ട് ഇവർക്കിട്ട് മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ വോട്ട് കൊണ്ട് കാര്യമൊന്നുമില്ല, പിന്നെ കൊടുക്കാമെന്നേ ഉള്ളൂ. അത് അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെയാണ് എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്. വേറെ നിവൃത്തിയിൽ നോട്ടൊക്കെ കൊടുക്കുക. അല്ലാതെ എനിക്ക് ഈ പറഞ്ഞവരെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായ ചരിത്രമില്ല ഇതുവരെയായിട്ട് എൻ്റെ അഭിപ്രായത്തിനിടയിൽ. കാരണം നമ്മുടെ കാസ്റ്റിന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെ SIC സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെ പോകുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നേവരെ നമ്മൾ തല്ലുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യം വിട്ട് വേറെ എവിടെയും പോവുക. അതേ അവസ്ഥ. അത്ര ചെറിയൊരു കാര്യം പോലും അവർ മുടന്ത് ന്യായമാണ് പറയണത്. ഇപ്പം എൻ്റെ പെങ്ങൾക്ക് നല്ല പഠിച്ചിട്ടുള്ള ആളാണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് PSC ഉൾപ്പെടെ പലതും വന്നെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേര് പറഞ്ഞ് അവർ തള്ളി വയ്ക്കുകയാണ്. അല്ലെ ചോദിക്കുന്ന കോഴ 12 ലക്ഷം താ 15 ലക്ഷം താ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മാറണം ആഗ്രഹമുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള പയ്യന്മാരവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചിട്ട് നിലവിളിച്ച് മുട്ടിലറിഞ്ഞിട്ടും അവർക്കതിനോ താല്പര്യമില്ല. അവർക്ക് കിട്ടുന്ന പെൻഷൻ പണം കൊണ്ട് കമ്പനി തുടങ്ങാനല്ലാതെ ഇവരുടെ ജോലിക്ക് കൊടുക്കാൻ. കാരണം എനിക്കത് 1.5 ലക്ഷം പേരല്ല, 5 ലക്ഷം പേരെന്ന് ജോലിക്കാരുള്ള 3.5 ലക്ഷം പേരും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പാർട്ടിക്കാരാണ്. അത് ഏത് പാർട്ടി ഞാൻ പറയുന്നില്ല, അറിയാമായിരിക്കുമല്ലോ ആ പാർട്ടിക്കാരവിടെ ജോലിയൊന്നും. ബാക്കി പഠിച്ച് ജോലി നേടിയ 1.5 ലക്ഷം പേരേ ഉള്ളൂ. ഈ 3.5 ലക്ഷം എടുത്ത് കളയുമെങ്കിൽ അതിനുള്ള ചുണയുള്ള മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ PSC റാങ്ക് ലിസ്റ്റിന്റെ കരച്ചിൽ ഉണ്ടാവത്തില്ല, അവർക്ക് ജോലി കിട്ടും. 39-40 വയസ്സായിട്ട് ഇനി എന്ത് ജോലി കിട്ടാനാണ് അവർക്ക്? അപ്പോൾ ഇതെല്ലാം പൈസയുടെ കളി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് കയറുമ്പോൾ കോൺഗ്രസ് പറയും 5 വർഷം ഞങ്ങൾ ഇരിക്കുക, നിങ്ങൾ മിണ്ടായിരിക്കാൻ പറയും. അടുത്ത് ഇവർ കയറുമ്പോൾ പറയും അവർ മിണ്ടായിരിക്കാൻ പറയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഏറ്റവും താഴെക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് വരുന്ന ആളെന്ന നിലയിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിവുകൊണ്ട് പറയുന്നതാണ്. ഇത് ആരൊക്കെ പേരിൽ ആരൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ നമുക്കറിയാം. പക്ഷെ പുറത്ത് പോയതിന് കാരണം പേടിച്ചിട്ടല്ല, നമ്മുടെ സൗകര്യം സമയം വരുമ്പോൾ പറയും, അത്രയേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് നമ്മൾ സഹിച്ചാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ നാട്ടിലൊക്കെ നോക്കണം, ഒരാവശ്യമില്ലാതെ ബാക്കി പിന്നെ കൂടുതൽ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൺ കഴിവ് നമുക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ ജീവിക്കാം, അല്ലാതെ നമുക്ക് ഒരാൾ ഒരു സഹായവും തരില്ല. ചെറിയൊരു സർട്ടിഫിക്കറ്റിന് വരെ തരാൻ കഴിയാത്ത സർക്കാർ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം അവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അവർ പറയുന്നത് അറിയില്ലേ, ജാതി മതത്തില്ലെന്നില്ലാണ് അവർ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ സർക്കാർ പറയുന്നത്. അതിലൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ജോലി തരട്ടെ, അതുമില്ല. അപ്പോൾ പറയും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. അതിനുവേണ്ടി ഓടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മുടന്ന ന്യായങ്ങളാണ് പറയണം, മുടന്ന ന്യായങ്ങൾ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ മാറ്റണം. ഒരു മാറ്റം ഇല്ല, കുറവാ. മാറ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. നമുക്കൊക്കെ ജോലി കിട്ടിയേനെ, എനിക്ക് കിട്ടിയേനെ, എൻ്റെ പെങ്ങൾക്ക്, എന്നിട്ട് അത് എത്രയോ ലക്ഷം പിള്ളേർ ഇതുപോലെ ജോലി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ഇട്ടായിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നിങ്ങളിപ്പോൾ സെക്രട്ടറിയിലൊക്കെ പോകുന്നവരല്ലേ, അവിടെ ചെന്ന് കണ്ടാൽ അറിയാം അവിടെ ശ്രീത്ത് പയ്യൻ കിടക്കുന്നതൊക്കെ. അതൊക്കെ അതുപോലത്തെ ഒരു പ്രശ്നം ഞങ്ങളെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസൊക്കെ വളരെ നിഷ്ക്രിയമാണ്, നല്ല കോഴകൾ മേടിക്കുന്നുണ്ട് ഇവരല്ല. കാരണം നമ്മളും കൊടുത്തിട്ടുണ്ട്, വളരെ തുറന്നു പറയല്ല, ഞാനും കൊടുത്തിട്ടുണ്ട്. എന്തുപയോഗം? ആ പൈസ മേടിച്ചിട്ട് പോയതല്ലാതെ ഒരു ഉപയോഗമല്ല. എൻ്റെ പെങ്ങളുടെ കേസൊക്കെ അവിടെ കിടക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഒരുപാട് മാറാറുണ്ട്, നമ്മുടെ സിസ്റ്റം ഒരുപാട് മാറാറുണ്ട്. ഓക്കെ ചേട്ടാ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്നൊരു ശുഭപ്രതീക്ഷയോടെ.